ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഒരു മൈക്ക വാങ്ങിയിട്ടുണ്ട്. മൈക്ക ബോയൻ്റെ മൈക്കാണ്. ഇത് ഒരട്ടം അൺബോക്സ് ചെയ്ത സാധനമാണ്. ഇത് എൻ്റെ വീട്ടിലല്ലായിരുന്നു, വേറെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ബോയ BY-M1 എന്ന് പറഞ്ഞ സാധനം എല്ലാ യൂട്യൂബേഴ്സും തന്നെ തുടക്കത്തിൽ എല്ലാ യൂട്യൂബേഴ്സും ഉപയോഗിച്ചൊരു സാധനമാണ്. അപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ സാധനം സെർച്ച് ചെയ്യുമ്പോൾ പല മൈക്കും വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യൂട്യൂബേഴ്സൊക്കെ യൂസ് ചെയ്യുന്നൊരു മൈക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ മൈക്ക ഇതാണ്. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിമേല് കാര്യമായിട്ട് ഇപ്പം എന്താ ഇത് അപ്പോൾ അൺബോക്സ് ചെയ്യാണ്. ഇത് തുറന്നിട്ട് നോക്കാം. കുറേ പേരൊക്കെ ഇത് യൂട്യൂബേഴ്സൊക്കെ അൺബോക്സ് ചെയ്ത സാധനമാണ്. അപ്പോൾ അധികം ഞാൻ ഇതിമെന്തോ പറയുന്നില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു കേസിലൊക്കെ ഉണ്ടോ സാധനം കിട്ടുന്നത്. പിന്നൊരു യൂസർ മാനുവൽ ഉണ്ട്. ഏതാ കാറ്റ് ഇതിൻ്റെ ഇപ്പോൾ കുറേ സാധനങ്ങൾ ഫിറ്റ് ചെയ്യാണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു പൗച്ച്. നല്ല പൗച്ച് നമുക്ക് ക്യാരി ചെയ്യാനായിട്ടൊരു പൗച്ചിലൊക്കെയാണ് കിട്ടുന്നത്. ഇതിമേ ബോയൻ്റെ ലോഗും അതുപോലെ തന്നെ പേരും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിച്ച് നോക്കാം. കുറേ സാധനം കിട്ടുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരു ഇതിൽ തന്നെ 2-3 സാധനങ്ങളുണ്ട്. പിന്നെ 2 ബോയൻ്റെ സ്റ്റിക്കർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വാറണ്ടി കാർഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളുടെ മെയിൻ മൈക്ക് കിട്ടുന്നുണ്ട്. പിന്നെന്താ ഇപ്പോൾ ഇതിലെന്തിനാ ഈ സാധനം കേട്ടതൊക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് മൈക്ക് എടുക്കാം. അപ്പോൾ ഈ ഇതിൽ എന്തൊക്കെയുള്ളത് നോക്കട്ടോ. ഈ ഒരു പൗച്ചിൽ ഇതിൽ നമുക്കൊരു പോപ്പ് ഫിൽറ്റർ, വിൻഷീൽഡ് അതിലേതോ ഒന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് നമ്മുടെ ആംപ്ലിഫയർമക്ക് അതുപോലെ തന്നെ ഈ വലിയ സിസ്റ്റത്തുമൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിൻ്റെ പേര് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഒരു വിൻഷീൽഡ്, പോപ്പ് ഫിൽറ്റർ അതിലേതോന്ന് വിൻഷീൽഡ് ഉണ്ട്. പിന്നെ ഒരു ബാറ്ററി ഉണ്ട് കേട്ടോ. ഇത് ബാറ്ററിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കോളർമേലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സാധനം ഉണ്ട്, ഒരു ക്ലിപ്പ്, ഈ ഒരു സാധനം. അപ്പോൾ ഇനി നമുക്ക് മൈക്ക ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ ഇത് ഊരി നോക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഇടണം തോന്നുന്നു. യെസ്, ഇവിടെ ബാറ്ററി ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇടന്നില്ലേക്ക് വേണം. അപ്പോൾ നമുക്ക് ഇനി ബാറ്ററി ഇടാം. ബാറ്ററി ഇല്ല. യെസ്, ഇതിപ്പോൾ അങ്ങനെ കണ്ടി. യെസ്, അങ്ങനെ നമ്മൾ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം കൊണ്ട് മൂടി വെക്കാം. പിന്നെ ഈ മൈക്കമേ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ ക്യാമറമൊക്കെ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺ നമുക്കും ഈ ഒരു സ്വിച്ച് ആക്കി വെക്കണം. അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ പണി കിട്ടാൽ മതി. നമ്മൾ വീഡിയോ എടുത്ത് ലാസ്റ്റ് ആയിക്കാരം നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ രീതിയിലൊക്കെ കാര്യം നമ്മൾ ഇട്ട് വെച്ചത് അത്രയും സൗണ്ട് നമുക്ക് ലഭിക്കത്തില്ല. ഇനി ഇത് പറഞ്ഞില്ല, വലിയ ഇതിമൊക്കെ കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ കൊടുക്കാനുള്ളത് ഇതാണ്. ഇത് അപ്പോൾ അത് അവിടെ കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു ക്ലിപ്പ്. പിന്നെ ഇനി നമുക്ക് വിൻഷീൽഡ് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മൈക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ക്യാമറ എന്നുള്ളതാണെങ്കിൽ സ്മാർട്ട് ഫോൺ ആക്കുക. ഇനി നമുക്ക് ഈ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഫോണിലേക്ക് നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ട് നോക്കാം. ഇപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാറ്റ് ഇതിൽ വിൻഷീൽഡ് ഉപയോഗിക്കുമ്പോൾ ഇത് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാം മൈക്കിൻ്റെ ക്വാളിറ്റി. ഇത് നമുക്ക് വയറ് വേണമെങ്കിൽ വയറ് നീട്ടാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം 3-4 മീറ്റർ ഉണ്ടാകും. ഇതിപ്പോൾ നീട്ടി വെച്ചാൽ ഇവിടെയൊക്കെ അടിയിൽ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നീട്ടി വെക്കാൻ കഴിയില്ല. ഇനി ഞാൻ ഇത് യൂസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ ക്ലിപ്പ് ഒഴിവാക്കിയിട്ട് ഇനി നമ്മൾ ഇത് കുപ്പായത്തുമ്മ കുളത്താണ്. എന്നിട്ട് നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്യാം. യെസ്, ഇപ്പോൾ സ്മാർട്ട് ഫോൺ. ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്നത് ബോയ BY-M1ൻ്റെ സൗണ്ടാണ്. ഇതിപ്പോൾ ഏകദേശം ഈ താടിൻ്റെ ഈ ഒരു ഇത്രയും രീതിയിൽ വിട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അതും വെല്ലയാണ് സംസാരിക്കുന്നത്. ഓർക്കനാണെങ്കിൽ ഹലോ ഗായ്സ് ഓർക്കനെ പറയുമ്പോൾ നല്ല സൗണ്ട് തന്നെ കിട്ടും. നമ്മുടെ ഈ പവർ വീഡിയോസൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സൗണ്ട് കിട്ടാൻ മതി. ഇതിൻ്റെ സൗണ്ട് ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ കുറച്ച് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ പിടിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഹലോ ഇത് ഞാൻ വെല്ലായിട്ട് പറയുന്നത്. ഓർക്കാൻ പറയുകയാണെങ്കിൽ ഇതിലേറെ സൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതും ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അത്രയും സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ. അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബാഗിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ 2 കയറ് ജസ്റ്റ് ഇങ്ങനെ വലിച്ച് ഒരൊറ്റ കെട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ തൂക്കി ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ സാധിക്കും. നല്ലൊരു ക്യാരി ബാഗാണ്.